അതിലൊന്നാണ് ജിന്ന്. അത് വലിയൊരു വിഷയമാണ്. ജിന്നിട്ട് ഇങ്ങനെ കളിയാക്കാന്നിടത്തൊക്കെ ഇവരിങ്ങനെ കളിയാക്കും. ശരിയാണ്, ഞങ്ങൾ ജിന്നിനെ സംബന്ധിച്ച് പറയും. കാരണം ഖുർആൻ നോക്കിയാൽ ഒരു അധ്യായത്തിന്റെ പേര് ജിന്ന് എന്നാ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് ജിന്ന് എന്നാ. ഖുർആൻ ക്യാൻസലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ക്യാൻസലാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഉള്ളതുപോലെ പറയാം. ഞങ്ങളത് പറയേണ്ടി വന്നതെന്ന് അറിയോ? ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ അടിസ്ഥാനപരമായി ഞങ്ങളോട് പിണങ്ങി, അടിസ്ഥാനപരമായി വ്യതിയാനം സംഭവിച്ചു, ആദർശപരമായി വ്യതിചലിച്ചു. അങ്ങനെ പോയപ്പോ പിന്നെ നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കണമല്ലോ. ആരാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൽ ഉറച്ചിരിക്കുമ്പോഴാണ് ബന്ധമുള്ളത്. ആ ആദർശത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് അവരോട് ഈ പറയപ്പെട്ട ഖുർആനും സുന്നത്തും പറഞ്ഞ ജിന്നിനെയൊക്കെ നിഷേധിച്ചപ്പോ നമ്മൾ പറഞ്ഞു, മാന്യ സഹോദരൻ ഖുർആൻ മറിച്ചു നോക്കുക, അപ്പൊ ജിന്ന് കിടക്കുന്നത്. അത് പറയാ ഹദീസ് നോക്കുക, അവിടെ ഉണ്ട് ഇന്ന വിഷയങ്ങൾ പറയണം. അത് പറയാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഇവരെന്തിനാ ജിന്ന് പറഞ്ഞത് അറിയോ? ഇവരെന്തിനാ ജിന്ന് പറഞ്ഞത്? ജിന്ന് പറഞ്ഞെന്തിനാ വെച്ചാല് ഒരുപാടുണ്ട്. ഞാനിപ്പോ ഏത് ഇടും എന്നുള്ള കൺഫ്യൂഷനാ. ആയിക്കോട്ടെ, എന്തായാലും ചെക്കിയാടിട്ടേക്കാം. അവിടുന്ന് തുടങ്ങാൻ നോക്കും. എന്തിനാ ഇവര് ജിന്ന് പറഞ്ഞത് കേട്ടോളൂ. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട്ടറിയില്ലേ സദസ്സിന്? ഇല്ലേ ചെക്കിയാട്ടാര്? പാറക്കടവ് ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവും. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത്, പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവും പറഞ്ഞു തന്നെ. അവരെന്നോട് ചോദിച്ചു, ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദും പോയിട്ടില്ല. അതേ സമയത്ത് പോയത് അവർ കാണുന്നു, അവര് വടകരണ്ടൊരു തെരീക്കത്ത്, കള്ളത്തെരീക്കത്തി ഒരു തങ്ങളെ അക്കള്ളത്തെരീക്കത്തിൽ പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കും. പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളിൽ തൗബ ചെയ്ത് തരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റ്യാടി വന്ന് അദ്ദേഹത്തിന് ശൈഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തരീക്കത്ത് രാജിവെച്ച് ഇത് ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തരീക്കത്താരോട് ശൈഖ് വലിയ കറാമത്താന്ന് വിചാരിച്ച് നടക്കണ്ട, ഒക്കെ ജിന്ന് പറ്റിക്കാണ്. കണ്ടോ? അപ്പൊ ജിന്ന് പറ്റിക്കൽ എങ്ങനെ? പേരോടിന്റെ കോലത്തിൽ വരും. പിന്നെ പേരോടിന്റെ കൂട്ടത്തിൽ ഒറ്റക്ക് വരില്ല, പിന്നെ തറക്കണ്ടി ഉസ്താദ് കൂടെ ഉണ്ടാവും. അത് ഷുവറാ. തറക്കണ്ടി ഇല്ലാതെ ഒരു കളിയില്ലാതെ ഈ ശൈത്താന് തറക്കണ്ടി ഉണ്ടാവും, പേരോടുണ്ടാവും. പേരോടിന്റെ കോലത്തിൽ വരും. ഇത് കേട്ടപ്പോ വേറെ മുസ്ലിം, അത് എന്റെ ശൈത്താൻ എന്നൊക്കെ പറയാൻ പറ്റൂല്ല. അത് ബുദലാണ്. എന്ത് ബുദലാഹ്? ഒരാൾ തന്നെ രണ്ടായി കാണും. ഒരാൾ രണ്ടായിട്ട് വരും. ഔലിയാണെന്ന് ഔലിയ. ഒരാൾ രണ്ടാവും. ബുദല ആണ്. ഞാനല്ല പറഞ്ഞത്, കേട്ടോളൂ. ബുദല എന്ന് പറയുന്ന ഔലിയാക്കൾ അവരെ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും. ഇതങ്ങോട്ട് കേട്ടാലിപ്പോ നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാര് ചിരിക്കുകയും കളിയാക്കുകയും അതുവഴി അവർ മുർത്തദ്ദായി പോവാൻ കാരണമാവുകയും ചെയ്യും. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബുദല എന്ന് പറയുന്ന ആ ഡിഗ്രിക്കാർ ഒരേ സമയത്ത് അവരുടെ സാന്നിധ്യം ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടാകും. ബുദലാരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ബുദല റസൂലുള്ളാഹിക്കില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇല്ല, ഉമർ ഫാറൂഖ് റളിയല്ലാഹു രണ്ടായിട്ട് വരില്ല. നേരെ മറിച്ച് ബുദലാ വരും. അത് ഔലിയാക്കന്മാരാണെന്ന്. ചിരിക്കരുത്, ആരും ചിരിക്കരുത്. ഇത് കേട്ടാൽ സാധുക്കൾ ചിരിച്ചു പോവും. അപ്പൊ ചിരിക്കരുത്, ചിരിച്ചാൽ മുർത്തദ്ദായി പോകുന്ന ഭീഷണി. മനസ്സിലായോ? അപ്പൊ അപ്പുറത്ത് വേറെ മുസ്ലിയാർ പറയാ, അങ്ങനത്തെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. ഔലിയ എന്ന് പറഞ്ഞ വേറെ പ്രശ്നം ഒരുപാടുണ്ട്. അതെന്താ പ്രശ്നം? അത് വേറൊന്നുമല്ല, ജിന്ന് പ്രശ്നം പിന്നെ ഇരിക്കുന്നതാ. അപ്പൊ ജിന്ന് അവിടെ നിൽപ്പുണ്ടതാ. ആ ജിന്ന് കോലം മാറി വരുന്ന എവിടെ? പെണ്ണുങ്ങളുടെ അടുക്കിലേക്ക്. ആരുടെ കോലത്തില്? ഈ ഉസ്താദുമാരുടെ കോലത്തില്. ഞാനല്ല പറയണത്, ശൈഖ് തന്നെ പറയട്ടെ, കേട്ടോളൂ. ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും,
ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും, ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. ഈ ജിന്നാണ്. കണ്ടോ? ഇപ്പൊ മനസ്സിലായി ഇവര് ജിന്നെന്തിനാ പറഞ്ഞത്. വീട്ടിൽ ചെല്ലുമ്പോ മുസ്ലിം അടുക്കള നിൽക്കണ്. എന്താണ് എന്താണ്? ഞാനല്ല, പിന്നെ ജിന്നാണ്. ജിന്ന് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചൂടെ? ഞങ്ങൾക്ക് ഒരുപാട് വ്യാഖ്യാനിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ജിന്ന് പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാല് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ജിന്നെന്ന ആ സൃഷ്ടിയെ തന്നെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഞങ്ങൾ ജിന്നെന്ന് സംഭവമുണ്ട്, ആ ഖുർആൻ പറഞ്ഞ കോലത്തിൽ വിശ്വസിക്കണം, അതിങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറഞ്ഞെന്തിനാ? നിങ്ങൾക്ക് പെണ്ണുങ്ങളെടുക്ക് പോകാനാ. അതാ വ്യത്യാസം, അടിസ്ഥാനപരമായ വ്യത്യാസം.